ഹോസ്പിറ്റൽ സീസൺ 2 എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. ഓയ് ഇൻവെസ്റ്റ് ചെയ്യരുത്. ഫസ്റ്റ് മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വാടക പോകുന്നില്ല. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഹോസ്പിറ്റൽ സീസൺ തുടങ്ങി, പക്ഷേ ഇന്ന് തന്നെ അത് അവസാനിക്കും കേട്ടോ. സെക്കൻഡ് റൗണ്ട് അച്ഛൻ്റെ സെക്കൻഡ് സർജറി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു, ഇന്ന് ഡിസ്ചാർജ് ആണ്. ഞാൻ കൊച്ചിയിലായിരുന്നപ്പോഴായിരുന്നു സർജറി, പക്ഷേ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതല്ലായിരുന്നു. ഇതിന് മുന്നേ അച്ഛൻ ഈ സൈഡ് സ്കള്ള് വെച്ചിട്ടുണ്ടായില്ല, അപ്പോൾ ബ്രെയിൻ സർജറി ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് സർജറി വാസ് ഫോർ തിരിച്ച് സ്കള്ള് വെക്കുക. അപ്പം ഇത്രയും കാലം ഞാനൊരു ഫോട്ടോയോ ഒരു വീഡിയോ ഒന്നും പേർപ്പസ്ഫുള്ളി അച്ഛൻ്റെ എടുക്കത്തില്ലായിരുന്നു, കാരണം അച്ഛൻ അങ്ങനെ ആരും കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ അച്ഛൻ്റെ തിരിച്ച് നമ്മൾ ആ ഒരു പഴയ അച്ഛൻ്റെ ആ ഒരു ഫേസും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അച്ഛൻ ഇന്ന് തിരിച്ച് വരികയാണ്. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ആൻഡ് വി ആർ ഹാപ്പി. ഇന്ന് നമ്മൾ കറി വെക്കുകയാണ്, ചിക്കൻ കറി വെക്കുകയാണ് വീട്ടിൽ. അപ്പോൾ ഞാൻ രാവിലെ ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ രാത്രി ഞാൻ കൊച്ചിയിൽ നിന്ന് വന്നു. ഇന്നലെ കൊണ്ടുവന്ന സാധനം ഞാൻ ഫുൾ വെക്കേറ്റ് ചെയ്തല്ലോ, അപ്പോൾ സാധനങ്ങളെല്ലാം അടുക്കി വെക്കുന്ന പരിപാടിയായിരുന്നു. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും വെക്കാനാണ് ചേട്ടൻ പറഞ്ഞത്, പക്ഷേ ഒന്നും വെക്കാൻ തോന്നുന്നില്ല. എന്താ ചെയ്യാമെന്ന് കൺഫ്യൂഷൻ. ഇതിൽ ഈ മാഗി ക്യൂബ്സ് ഉണ്ട്, അപ്പോൾ ഡിഫറെൻ്റ് ആക്കാൻ ഞാൻ കുറച്ച് സ്റ്റോക്കും പിന്നെ പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സും ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഇതിൽ വേറെ ഒന്നുമില്ല കേട്ടോ. എണ്ണയിൽ മുഴുവൻ മസാല ഇട്ടു, ഗാർലിക്, ജിഞ്ചർ, പച്ചമുളക് ഇട്ടു, പിന്നെ സവാള, ടൊമാറ്റോ, ഉപ്പ്, ഇത്രേ ഇട്ടിട്ടുള്ളൂ. അതുപോലെ കുളിച്ചത് ആ ഡ്രസ്സ് മാറിയതാന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ ക്ലീൻ ചെയ്ത് തന്നു. ഞാൻ നോക്കിയപ്പോൾ ഇതോ യെല്ലോ ഗ്രീൻ കറിയുടെ പേസ്റ്റ് ഞാനന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പോർഷൻ ഇത് ഉണ്ടാക്കാം. സൂപ്പർ റെസിപ്പി. 1 glass and 1/2 glass of coconut milk വേണം. അപ്പോൾ ഞാൻ പൊടി തേങ്ങാപ്പാൽ ബോയിൽ ചെയ്യാനാണ് പറഞ്ഞത്. തേങ്ങാപ്പാൽ ബോയിൽ ചെയ്താൽ പിരിഞ്ഞു പോകില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഭയങ്കര ലൈറ്റായിട്ടാണ് ഇത് മിക്സ് ചെയ്തത്. ഇതിലോട്ട് നമ്മൾ ചിക്കൻ ഇടും. തേങ്ങാപ്പാലും ഈ പേസ്റ്റും ചിക്കനും കൂടെ 10 മിനിറ്റ് കുക്ക് ചെയ്യാനാണ് പറയുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആ പേസ്റ്റിന്. ഇത് എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ പേസ്റ്റ് ഇടുന്നതിന് മുന്നേ എടുത്ത് ചിക്കൻ ഇട്ടു. അപ്പോൾ ഞാൻ ഒരു സൈഡ് ഇങ്ങനെ ആക്കി കൊടുക്കാം. കുക്ക് ചെയ്യാറുണ്ടോന്ന് വിചാരിക്കരുത് കേട്ടോ ഗൈസ്, ഞാൻ മറന്നുപോയതാണ്. എൻ്റെ റെസിപ്പി അല്ലല്ലോ, അതുകൊണ്ടാണ്. സത്യം പറയാലോ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതെന്തൊക്കെയോ മിസ്സിങ് പോലെ. എനിക്കൊന്നും ഈ ബ്രോക്കലിയോ മഷ്റൂമോ ഒന്നും ഇടാത്തത് കൊണ്ടായിരിക്കും. ഗ്രീൻ കുക്കിംഗ് ഇത് നല്ലതായിരിക്കും. ഇതാവുന്നതേ ഉള്ളൂ. ഇനിയും ഒരു 10-15 മിനിറ്റ്സ് എടുക്കും. കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു, പക്ഷേ എൻ്റെ ക്ലോത്ത്സ് എടുത്ത് വെച്ചില്ല. ഇനി തുണിയൊക്കെ താഴെ പോയിട്ട് എടുത്ത് വെക്കണം. ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫുൾ അറേഞ്ച്മെൻറ്റ് മാറ്റാനുള്ള പ്ലാനിലാണ്. ഇതൊക്കെ ചെയ്തിട്ട് ഹോളിനൊരു മെലന വരുന്നില്ല. എന്നാലും നമ്മൾ ചെറുതായിട്ടൊക്കെ സെറ്റപ്പ് മാറ്റി ടി വി കാണാൻ ഒരു കംഫർട്ടില്ലായിരുന്നു അവിടെ. ഇപ്പം കംഫർട്ടബിളാക്കി. ചിക്കനായിട്ട് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ആയി വരുന്നു. നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ അമ്മ വിളിച്ചിരുന്നു. അച്ഛനെ തിരിച്ച് കൊണ്ടുവരാൻ ടൈമായി, ഡിസ്ചാർജിന് ടൈമായി. അപ്പോൾ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാം. നോക്കട്ടെ. ഇപ്പോൾ അല്ലല്ലേ ഇത് അതിവിടെ ഇടണ്ടേ? ഇവിടെ അത് വേണം. ഇത് രണ്ടെണ്ണം ഉണ്ട്. ഇത് ഇവിടെ അങ്ങനെ ഉണ്ട്. ഇങ്ങനെ ഉണ്ട്. അപ്പഴത്തേക്ക് അങ്ങനെ ഇടും. ഇവിടുന്ന് കുറച്ചും കൂടെ താഴ്ത്തി എടുക്കാം. അങ്ങനെയാണ്. ഇതിങ്ങനെ ചെയ്യണം. ഇതിന്റെ ഈ ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തുണിയുടെ കളർ മാറ്റണമായിരുന്നു. ഈ ലുക്ക് വരും. പുല്ല് നടൂല ചേട്ടാ, വൈക്കോലിടും. അത്രയും ഇല്ല, അത്രയും ബുദ്ധിമുട്ടാൻ വയ്യ.
അപ്പോൾ നമ്മൾ ഇപ്പം ഇങ്ങനെ എടുക്കുക നമ്മൾ, എന്നിട്ട് നമ്മൾ ട്രാൻസിഷൻ കാണിക്കും. അപ്പോഴാണ് എന്താണ് സംഭവിക്കണമെന്ന് അറിയാൻ പോകണം. ഓ പച്ച പുല്ലിന്റെ ഷീറ്റ് വാങ്ങിക്കാൻ നീ പറഞ്ഞു പറ്റില്ല. എന്നെ കൊണ്ടത് പറ്റും. അപ്പൊ നമ്മുടെ സൈഡിൽ ഇങ്ങനെ ട്രീയും കൂടെ ഉണ്ട്, അത് ഈ ട്രീ മതി. ആ ട്രീയിൽ നമുക്ക് ഫെയർ ലൈറ്റ്സ് ഇടാൻ ചേട്ടാ, അപ്പോൾ ഇറ്റ് വിൽ ലുക്ക് ബെറ്റർ. ടുഡേ വാസ് ആക്ച്വലി എ വെരി ലോങ് ഡേ. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ ചെയ്തു. അച്ഛൻ തിരിച്ച് വീട്ടിൽ വന്നു. നമ്മൾ അച്ഛന് ഫെസ്റ്റിവൽസ് എല്ലാം ആഘോഷിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ അച്ഛനാണെങ്കിൽ ലൈറ്റ് ഇടുന്നതും പുൽക്കൂട് വെക്കുന്നതും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വി തോട്ട് സിൻസ് അച്ഛൻ ഇസ് ബാക്ക് വിൽ സെലിബ്രേറ്റ്. അച്ഛനെല്ലാം മനസ്സിലാവും, അപ്പം മാക്സിമം സെലിബ്രേറ്റ് ചെയ്യാം, മാക്സിമം ബഹളം കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിതെല്ലാം ചെയ്യുന്നത്. ഫുള്ളായിട്ടില്ല പുൽക്കൂട്, നാളെ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യണം. വേറെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ പതിവില്ലാണ്ട് ഞാൻ ഇന്ന് വ്ളോഗ് ചെയ്യുന്നത് എൻഡിങ് എടുക്കാൻ ഓർത്തു. അപ്പോൾ ദാറ്റ്സ് വൈ റൂമിലാണ്, ഉറങ്ങാൻ പോവാണ്. ആൻഡ് വിൽ സ്റ്റാർട്ട് ഫ്രഷ് ടുമോറോ. സീ യു സൂൺ.